രണ്ട് കരങ്ങൾ തുറന്ന് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം, ആത്മാവിൽ സന്ധിബദ്ധകൾ തുളച്ചു കയറുന്ന വചനം, രോഗികൾക്ക് സൗഖ്യം തരുന്ന വചനം, പാപത്തിന്റെ അടിമത്തന്ന് വിടുതൽ തരുന്ന വചനം, തിന്മയുടെ ശക്തികളെ ബന്ധിക്കുന്ന വചനം. ഈ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തി വിളിക്കുക. യേശുവേ, യേശുവേ എന്ന് വിളിക്കുക. അധരം തുറന്ന് വിളിക്കുക. വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. വചനത്തിന്റെ അഭിഷേകം അവിടെ വ്യാപരിക്കട്ടെ. ഓരോ ഹൃദയങ്ങളെയും ജ്വലിപ്പിക്കട്ടെ. പാപത്തിന്റെ അഗ്നികൾ കത്തി തകരട്ടെ. തിന്മയുടെ സ്വാധീന വലയങ്ങൾ നീങ്ങിപ്പോകട്ടെ. അന്ധകാര ശക്തികൾ അസ്തമിക്കട്ടെ. ഇരു കരമുയർത്തി സ്വരമുയർത്തി വിളിക്കുക മക്കളെ. യേശുവേ. അബ്രാഹത്തിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, വചനത്താൽ നയിക്കണമേ. എല്ലാവരും ചേർന്നുകൊണ്ട് അബ്രാഹത്തിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, വചനത്താൽ നയിക്കണമേ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 77 അധ്യായം 10 തിരുവചനം പറയുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാത്തതാണ് നിന്റെ ദുഃഖത്തിന് കാരണം. അച്ഛൻ വചനം ആവർത്തിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കാത്തതാണ് നിന്റെ ദുഃഖത്തിന് കാരണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഈ സമയം ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല? അവിടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയുണ്ടായി. എത്രയോ നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, എന്റെ ജീവിതത്തിൽ മാത്രം ദൈവം പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന്. ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഏതാനും സന്ദേശങ്ങളാണ് ഈ സമയം ദൈവമക്കളുമായി അവിടുന്ന് പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ ശക്തി ഒരു മക്കളിലെ ഓരോ വ്യക്തിയിലേക്കും ഇറങ്ങി വരണമോ? ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവത്തിന്റെ ശക്തിയായി തീരണോ? ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറിയെങ്കിൽ മാത്രമേ അത് ദൈവത്തിന് സ്വീകാര്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം നാം കാണാൻ പോകുന്ന യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 7 തിരുവചനം നമുക്ക് ഈ സമയം ശ്രവിക്കാം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം അനുസരിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അത് ലഭിക്കാം. പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും കർത്താവിന്റെ വചനം കാണുകയാണ്. യോഹന്നാൻ ശ്രീ എഴുതിയ 1 ലേഖനം 5 അധ്യായം 14 തിരുവചനം. അവിടെയും നമ്മൾ ഇതിന് സമാനമായ വചനം അവിടെ ശ്രവിക്കുകയാണ്. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ദൈവത്തിലുള്ള ഉറപ്പ് എന്താ? അവിടുത്തെ അഭിഷ്ടമനുസരിച്ച് അവിടുത്തെ ഇഷ്ടമാണോ അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. രോഗം മാറ്റി തരണമേ, കടബാധ്യം മാറ്റി തരണമേ, എന്തൊക്കെ നിയോഗങ്ങളുമായിട്ടാണോ ഇന്ന് ഈ വചന കൂടാരത്തിൽ ഈ മക്കൾ വന്നിരിക്കുന്നേ? തിരിച്ചറിഞ്ഞോ, എല്ലാം ദൈവം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ ഇഷ്ടമാണോ, അവിടുത്തെ അഭിഷ്ടമാണോ എങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരിക തന്നെ ചെയ്യും. നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് യേശുവിന്റെ ജീവിതത്തിൽ ഗെത്സമേൻ തോട്ടത്തിൽ യേശു രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ച്? രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. എന്തെന്നാ പ്രാർത്ഥിച്ച്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു പ്രാർത്ഥിച്ചു,
കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ നമുക്കും ഉണ്ടാകേണ്ട ഒരു മനോഭാവ, കർത്താവേ എന്റെ കടബാധ എടുത്തു മാറ്റണമേ, കർത്താവേ എന്റെ രോഗങ്ങൾ എടുത്തു മാറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. ഞാൻ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്, ചില ദിവസങ്ങളിൽ ജെറുസലേം വശകൂടാരത്തിൽ പ്രാർത്ഥിക്കുവാനായി നിൽക്കുമ്പോൾ എല്ലാ വ്യക്തികളും കടബാധിത, ചില ദിവസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും രോഗത്തിന്റെ പീഡകൾ, ചില ദിവസം നിന്ന് കഴിയുമ്പോൾ കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും വിവിധങ്ങളായ നിയോഗങ്ങളും പേറിക്കൊണ്ട് ഈ ആലയത്തിലേക്ക് ആയിരക്കണക്കിന് മക്കളെ കടന്നു വരുന്നത്. എന്നാൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാ, ചില വ്യക്തികളുടെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇടപെടാത്തതിന് കാരണം എന്താണെന്നറിയോ? പാപത്തിന്റെ ബന്ധന കെട്ടിക്കിടക്കുന്ന മക്കളെ അവിടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരിക. ഇന്ന് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ ആലയത്തിൽ വന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാത്തത് അതിന് കാണാൻ സാധിക്കും. പാപത്തിന്റെ ബന്ധന കെട്ടിൽ കഴിയുന്ന മക്കളെ, ആ മക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. നമ്മൾ കാണുക കർത്താവിന്റെ തിരുവചനം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം നമുക്ക് ശ്രവിക്കാം. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. കണ്ടോ മക്കളെ, ആരുടെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുക? ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വീണ്ടും യൂഥിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം തിരുവചനം നമുക്ക് ശ്രവിക്കാം. എന്തുകൊണ്ടാണ് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവം പാപത്തിൽ ജീവിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. നമുക്കൊന്ന് യൂഥിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം തിരുവചനം ശ്രവിക്കാം. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു. കണ്ടോ, യൂഥിത്തിന്റെ പുസ്തകം പറയുകയാണ്, മക്കളെ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാരണം പാപത്തെ വെറുക്കുന്ന ഒരു ദൈവം അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, പാപത്തിന്റെ ബന്ധന കെട്ടിക്കിടക്കുന്ന മക്കളാണോ അവിടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പാപത്തിന്റെ വഴി വിട്ടുപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് ചെയ്യുന്നു, അവന് അഭിവൃദ്ധി ഉണ്ടാവും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവിടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും അവിടുന്ന് വർഷിക്കപ്പെടും. വീണ്ടും നമ്മൾ കാണുകയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം തിരുവചനം നമുക്ക് ശ്രവിക്കാം. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു. അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വചനം പറയുക, നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും എനിക്ക് വെറുപ്പാ. നിങ്ങൾ എത്ര കരമുയർത്തി പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. കാരണം എന്താ? നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. പാപത്തിന്റെ കറയുമായി ഒരു വ്യക്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. വ്യക്തതയോടുകൂടെ പറയുക, ഈ കാലഘട്ടത്തിൽ അനേകം ജീവിതങ്ങളിൽ എന്തുകൊണ്ട് ഐശ്വര്യമില്ലാത്ത, എന്തുകൊണ്ട് വിവാഹം നടക്കാത്ത, എന്തുകൊണ്ട് കുടുംബത്തിൽ അഭിവൃദ്ധി ഇല്ലാത്ത, എന്തുകൊണ്ട് മക്കളുടെ ജീവിതം മെച്ചപ്പെടാത്ത, പാപത്തിന്റെ ബന്ധന കെട്ടിക്കിടക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ ദൈവം കേൾക്കുകയില്ല. അവൻ എല്ലാ വെള്ളിയാഴ്ചയും ജെറുസലേമിൽ വരുന്നുണ്ട്, കരമുയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ കരങ്ങൾ രക്തപങ്കിലമാണെങ്കിൽ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവനിൽ നിന്ന് മുഖം തിരിക്കുമെന്ന് വചനം പറയുക. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം തിരുവചനം നമുക്ക് ശ്രവിക്കാം. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു.
നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, എന്റെ അകൃത്യങ്ങളാണ് എന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. തുടർന്ന് പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനത്തെ കാണാൻ സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനം നമുക്ക് അവിടെ സന്ദേശം തരിക. നമുക്കൊന്ന് ശ്രവിക്കാം. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 19:1 പറയുകയാണ്, മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. വീണ്ടും പറയുകയാണ്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സംഭവം അച്ഛന് മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നാളുകൾക്ക് മുമ്പ് അച്ഛൻ ധ്യാനിപ്പിക്കാൻ വേണ്ടി ഒരു ഇടവയെ ചെന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ധ്യാനത്തിന് വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് അതിന്റെ ഉദ്ദേശം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭവനമൊക്കെ പണിതു. പക്ഷെ ഭവനമൊക്കെ പണിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു കൊച്ചു ഭവന. എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി വീടിന്റെ ടൈലിടാനുണ്ട്, അതുപോലെ തന്നെ ചുമരൊക്കെ തേക്കാനുണ്ട്, താമസമൊക്കെ അദ്ദേഹം തുടങ്ങി. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹം ബാക്കിയുള്ള പണമൊക്കെ അദ്ദേഹത്തിന് വരാനുള്ള വഴി അദ്ദേഹം കണ്ടുവച്ചിട്ടുണ്ട്. തന്റെ വീടിന്റെ പുറകിൽ ഒരു ആഞ്ഞിലി മരം നിൽക്കുന്നുണ്ട്. ഈ ആഞ്ഞിലി മരം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് 2.5 ലക്ഷം രൂപയെങ്കിലും അതിന് കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയും വലിപ്പമുള്ള ആഞ്ഞിലി മരമാണ്. എന്നാൽ ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? നാളുകളായി ഇത് വിൽക്കാൻ നോക്കുന്നു, അദ്ദേഹത്തിന് വിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അല്പം മദ്യപാനമൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നല്, എന്റെ എന്തുകൊണ്ടാ നാളുകളായി ഞാൻ പ്രയത്നിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഈ മരം ഒന്ന് വിൽക്കാൻ സാധിക്കാത്ത? ഈ മനുഷ്യൻ തീരുമാനമെടുത്തു, ഞാനൊരു ധ്യാനത്തിന് പോകും. ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ വചനാണ് അദ്ദേഹത്തോട് പറയുന്നത്, മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ഈ മനുഷ്യൻ അന്ന് തീരുമാനിച്ചു, എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില പാപത്തിന്റെ ബന്ധനക്കെട്ടുകൾ കഴിയുന്നുണ്ട്. ഈ പാപത്തിന്റെ ബന്ധനക്കെട്ടുകൾ എന്റെ ജീവിതത്തിൽ എത്ര നാൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ, ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുകയില്ല എന്ന് ആ മനുഷ്യന് ബോധ്യപ്പെട്ടു. ഈ പാപം എത്ര എന്റെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്നു, ഈ പാപത്തിന്റെ ബന്ധനക്കെട്ടും പിടിച്ചുകൊണ്ട് ഞാൻ എത്ര സ്തുതിച്ച് പ്രാർത്ഥിച്ചാലും ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ഈ മദ്യപാനിയായ തൊഴിലാളിയായ പാവപ്പെട്ട മനുഷ്യൻ അന്ന് പോയി തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തി. ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം കണ്ടിരുന്നു 2.5 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ആഞ്ഞിലി മരത്തിന്. എന്നാ പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിന്റെ കച്ചവടം നടക്കുകയാണ്. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോ 2,55,000 രൂപയ്ക്ക് ഈ മനുഷ്യൻ തന്റെ മദ്യപാനം അന്ന് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. ഇടയ്ക്കിടയ്ക്ക് പുകവലിക്കുന്ന സ്വഭാവമുണ്ട്, അത് വേണ്ട എന്ന് എടുത്തു. തന്റെ ആത്മീയ ജീവിതത്തെ ഈ മനുഷ്യൻ ക്രമീകരിച്ചു. ആ സമയത്ത് ദൈവം അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതത്തിൽ അഭിവൃദ്ധി നൽകി, അനുഗ്രഹം നൽകി. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം നിങ്ങളോട് പറയാം. മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും എന്ന് വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആലയത്തിൽ ഒരു മനുഷ്യൻ നാളുകൾക്ക് മുമ്പ് ധ്യാനത്തിൽ പങ്കെടുത്തു. നിങ്ങളെ പോലെ ഒരു വ്യക്തിയായി ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ധ്യാനത്തിന് വരാൻ കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് 3 പെൺമക്കളെ ഉള്ള 3 പെൺമക്കളിൽ മൂത്ത മകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി ഇതുവരെയും മക്കളില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന വലിയ വിഷമത്തോടുകൂടെ ഈ മനുഷ്യൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്നു. ഇദ്ദേഹത്തിന് ഈ വചനമൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ട്. പാപം എത്ര കാലം കൂടെ കൊണ്ടുപോയി നടക്കുന്നുണ്ടോ, ദൈവത്തിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വർഷിക്കപ്പെടുകയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. പല വ്യക്തികളെയും ജീവിതത്തിൽ ചിന്തിക്കുന്നുണ്ട്, പാപം എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ പാപങ്ങളാണ്. പാപം എന്നുള്ളതാണ് ചിലരുടെ ലിസ്റ്റിലുള്ള വ്യഭിചാരം ചെയ്യുക, കൊലപാതകം ചെയ്യുക, പിന്നെ എന്തൊക്കെയാ വലിയ പാപങ്ങള്?
ഇതുപോലുള്ള വലിയ വലിയ പാപങ്ങൾ പറയുമ്പോഴാണ് അത് പാപമാവുള്ളൂ. എന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കോപിക്കുന്ന സ്വഭാവം, കുറ്റം പറയുന്ന സ്വഭാവം, അഹങ്കാരം, അസൂയ, എന്തൊക്കെ കൊച്ചു കൊച്ചു പാപങ്ങളായി നമ്മുടെ മനസ്സിൽ കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്ന തടസ്സമായി തീരും. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അന്ന് ഈ മനുഷ്യൻ ചിന്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യൻ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 3 മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. 4മതൊരു കുഞ്ഞും കൂടി അദ്ദേഹത്തിന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭാര്യയും കൂടി ചെയ്തു അബോർഷൻ നടത്തി. ഇദ്ദേഹം ബാങ്കിൽ ഉദ്യോഗസ്ഥനെയാണ്, ഭാര്യ ടീച്ചറാണ്. ഇനി 4മതൊരു കുഞ്ഞും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ജോലിയെ ബാധിക്കും, അവിടെ സമയത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അവർ അബോർഷൻ നടത്തി. ഇതിനുശേഷം നല്ല കത്തോലിക്ക കുടുംബം എന്ന് നമ്മൾ വിശ്വസിക്കും. ഇവിടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, കൂദാശ ജീവിതമുണ്ട്. ഇങ്ങനെയൊക്കെ മക്കളെ ക്രൈസ്തവ വിശ്വാസത്തെ വളർത്തിക്കൊണ്ട് വന്നു. എന്നാൽ 3 മക്കളെ വിവാഹം കഴിഞ്ഞു. മൂത്ത കുഞ്ഞിന് മക്കളില്ലാത്ത അവസ്ഥ. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈ മനുഷ്യൻ ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുക. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ നാളുകളായി കിടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ എത്രയോ ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ അബോർഷൻ നടത്തിയ കാര്യമുണ്ടല്ലോ, ഭാര്യ കുമ്പസാരിച്ചിട്ടുണ്ട്, ഇനി ഞാൻ കുമ്പസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. എന്നാൽ അദ്ദേഹത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കൊടുക്കുകയാണ്. മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കുമെന്ന്. ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, ഞാൻ നാളുകളായി അല്പാൽപമായി അവഗണിച്ചു കിടക്കുന്ന ഒരു മേഖലയുണ്ടല്ലോ, ഈ പാപത്തിന്റെ മേഖല. എന്റെ ഭാര്യ കുമ്പസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നീണ്ടു പോകുകയായിരുന്നു. എന്നാൽ അന്നേ ദിവസം ഈ മനുഷ്യൻ ആ ധ്യാനത്തിന്റെ സമാപനത്തിൽ പോയി കുമ്പസാരിച്ചു. എന്താ സംഭവിച്ചതെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇദ്ദേഹം കുമ്പസാരിച്ചു. അതിന്റെ 1-ാം വാർഷിക ദിനത്തിൽ, കുമ്പസാരിച്ചതിന്റെ 1-ാം വാർഷിക ദിനത്തിൽ മകൾക്ക് ഈശോ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ദൈവം എന്തുകൊണ്ട് എന്റെ ജീവിതത്തെ പ്രവർത്തിക്കാത്തെ? പാപത്തിന്റെ ബന്ധന കെട്ടിക്കിടക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയില്ല. പാപത്തിന്റെ ബന്ധനക്കെട്ടുകൾ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അച്ഛന് മനസ്സിലാക്കാൻ സാധിച്ചോ, അത് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ മേഖലയെ ബാധിക്കാം, അതുപോലെ തന്നെ കുടുംബത്തെയും ബാധിക്കാം. പാപത്തിന്റെ ബന്ധനെ കെട്ടിക്കിടന്നോ ആ വ്യക്തി തിരിച്ചറിഞ്ഞോ, ആ പാപത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയെ ബാധിക്കും. 3-മതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ തിരിച്ചറിഞ്ഞോ ആ വ്യക്തിയുടെ കുടുംബത്തെയും ബാധിക്കാം, അതിന്റെ സാമ്പത്തിക മേഖലയും ബാധിക്കാം. അതുകൊണ്ട് ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത്, ദൈവം അവന്റെ സമ്പത്തിനും കുടുംബത്തിനും വേലികെട്ടി സംരക്ഷണ മുദ്ര വെച്ചു, അവന്റെ സകല പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചു എന്ന്. പാപത്തിന് ഗ്രീക്ക് പദം ഉപയോഗിക്കുന്ന ഇങ്ങനെയാണ്, ഹത്തായി എന്നാണ്. ഹത്തായി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് സംരക്ഷണ മുദ്ര നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഒരു വ്യക്തി പാപം ചെയ്തു കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്, ദൈവത്തിന്റെ സംരക്ഷണ മുദ്രയുണ്ടല്ലോ അത് എന്നിൽ നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന്റെ സംരക്ഷണ മുദ്ര എന്നിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം തകർച്ചയാ. കുടുംബത്തിൽ തകർച്ച, സാമ്പത്തികമായ മേഖലയിൽ തകർച്ച കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കും. വചനത്തിന്റെ താളുകളിൽ ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, അബ്രാഹാം, നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. പ്രിയപ്പെട്ട മക്കളെ, ഈ അബ്രാഹാം ഇറങ്ങി പുറപ്പെടുക. ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടല്ലോ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ വർഷിക്കപ്പെടുന്നില്ല.
എന്തുകൊണ്ട് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ടും ഈ അനുഗ്രഹം കിട്ടാതിരുന്നത്? ആ സമയത്തുണ്ടല്ലോ അബ്രാഹം കാണുകയാണ്, അബ്രാഹത്തിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ ശണ്ടകൾ. എന്നും പ്രശ്നം തീർക്കാന് അബ്രാഹത്തിന് നേരമുള്ളൂ. ഈ സമയത്ത് അബ്രാഹം തിരിച്ചറിയുകയാണ്, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകാത്തതിന് കാരണം ദൈവം ആഗ്രഹിക്കുന്ന എന്തോ ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ദൈവം പറഞ്ഞു എല്ലാം വിട്ടുപേക്ഷിച്ച് എന്നെ അനുഗമിക്കാൻ. എന്നാൽ അബ്രാഹം കൂടെ കൊണ്ടുപോയി. എന്തിന്? ദൈവം ആഗ്രഹിക്കാത്തൊരു ബന്ധം ലോത്തിനെ കൂടെ കൊണ്ടുപോയി. അതോടുകൂടി അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുന്നില്ല. എന്നാൽ ഈ ലോത്തിനെ വിട്ടുപേക്ഷിക്കാൻ തയ്യാറായപ്പോഴാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകാൻ തുടങ്ങിയത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ചില പാപങ്ങളൊക്കെ നീ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെ നിസ്സാരമല്ലേ? ചില ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങളൊക്കെ നിസ്സാരമല്ലേ എന്ന് നീ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുന്നതിന്, അഭിഷേകമായി ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ പാപത്തിന്റെ ബന്ധന കെട്ടുകളെ ഇന്ന് ഈ ആലയത്തിൽ വിട്ടുപേക്ഷിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയും. ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയണം, ഇന്ന് എന്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് ഏതെങ്കിലും പാപത്തിന്റെ ബന്ധന കെട്ടുകളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ, ഏറ്റുപറയാൻ, നല്ല കുമ്പസാരം നടത്താൻ ഞാൻ തയ്യാറാവണം. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തി പാപത്തിന്റെ ബന്ധന കെട്ടുകളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ ആ പാപത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയെ വലയം ചെയ്യും. നമ്മൾ കർത്താവിന്റെ വസ്ത്രം കാണാൻ പോയി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം നമുക്കെടുക്കാം. പാപം ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച്, ഒരു പാപം ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ആ വചനം എന്ന് പറഞ്ഞ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. സ്വരമുയർത്തി, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കർത്താവിന്റെ വചനം നമുക്ക് കാണാൻ സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം തിരുവചനം നമ്മളോട് സംസാരിക്കുന്നു. നമുക്കൊന്ന് ശ്രമിക്കാം. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? കണ്ടോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുസരണമുള്ള ദാസനെ പോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ അടിമയായി തീരും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പാപം ആവർത്തിച്ച് ചെയ്തു കഴിയുമ്പോൾ ആ പാപത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയെ വലയം ചെയ്യുക നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും കർത്താവിന്റെ തിരുവചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം തിരുവചനം നമുക്ക് കാണാം. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല, എന്നെ കുടികൊള്ളുന്ന പാപമാണ് എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയ ചില വ്യക്തികള് മദ്യപാനത്തിന് പിടിയിൽ അമർന്നിരിക്കുന്ന മക്കളുണ്ട്. ആ മക്കൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് മദ്യപാനം വിട്ടുപേക്ഷിക്കണം, എനിക്ക് അതിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കണം. പക്ഷെ ആ വ്യക്തിക്ക് തീരുമാനമെടുത്താലും അതിൽ വിട്ടുപോരാൻ പറ്റാത്ത അവസ്ഥ. അതിന് കാരണം എന്താ? അതിൽ കുടികൊള്ളുന്ന തിന്മയുടെ അരൂപിയ. ആ തിന്മയുടെ അരൂപ്യ മക്കളെ ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി തീരുമാനമെടുക്കുന്നുണ്ട്, ചീത്ത കുട്ടുകെട്ടുകളിൽ നിന്ന് വിടുതൽ ലഭിക്കണം. പക്ഷെ ആഗ്രഹിച്ചാലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം ആ തിന്മയുടെ അരൂപി ആ വ്യക്തിയെ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ട് ഈ തിന്മയുടെ അരൂപി നമ്മിൽ വലയം ചെയ്യുന്ന ഏത് പാപമാണോ നാം ആവർത്തിച്ച് ചെയ്യുന്നത്, ആ പാപത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയെ വലയം ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുവചനം. ഹോസിയ പ്രവാചകൻ നമ്മളോട് സംസാരിക്കുക, ഏത് പാപമാണോ ചെയ്യുന്നത് ആ പാപത്തിന്റെ ദുരാത്മാവ് നിന്നിൽ നിലനിൽക്കുമെന്ന് നമുക്കൊന്ന് വചനം ശ്രമിക്കാം.
തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. കണ്ടോ, തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് അവർക്ക് തിരികെ പോകാൻ സാധിക്കില്ല. കാരണം എന്താ? വ്യഭിചാര ദുർഭൂതം, the spirit of lust, the spirit of adultery അവനെ കുടികൊള്ളുന്നു. ഈ സ്പിരിറ്റ് ഉണ്ടല്ലോ, ഈ ദുർഭൂതം വലയം ചെയ്യുന്നിടത്തോളം കാലം അവൻ ആഗ്രഹിച്ചാലും അവന് വിടുതൽ കിട്ടാൻ പറ്റാത്ത അവസ്ഥ. ഇതുപോലെ തന്നെ നമ്മൾ കാണാൻ സാധിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം നമുക്കൊന്ന് ശ്രവിക്കാം. അവിടെയും നമ്മൾ കാണുന്നുണ്ട് ചില വ്യക്തികൾ ഇതേപോലുള്ള വലയത്തില. ഈ ആലയത്തിലിരിക്കുന്ന ചില മക്കള് ചില തഴക്ക ദോഷങ്ങൾ, പാപത്തിന്റെ ദുരാത്മാവ് മക്കളെ വലയം ചെയ്തിരിക്കുന്ന ആവസിച്ചിരിക്കുന്ന അവസ്ഥ. എത്ര ശ്രദ്ധിച്ചിട്ട് എത്ര അവരുടെ കഴിവ് കൊണ്ട് ശ്രമിച്ചിട്ടും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത അവസ്ഥ. നമുക്കൊന്ന് വചനം ഒന്ന് ശ്രമിക്കാം. കർത്താവ് ചോദിച്ചു, എങ്ങനെ അവൻ പ്രതിവചിച്ചു? ഞാൻ ചെന്ന് അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. കണ്ടോ, ഞാൻ ചെന്ന് അവിടെ പ്രവാചകന്മാരുടെ നാവുകളിൽ നുണയുടെ ദുരാത്മാവായിട്ട് ഞാൻ ഇരിക്കും. ചില വ്യക്തികളെ നാവില് നുണ പറയുന്നു. അവൻ ആഗ്രഹിക്കുന്നുണ്ട് നുണ പറയരുത് എന്ന്. എന്നാൽ കോപിക്കരുതേ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ദേഷ്യപ്പെടരുതേ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും നുണ പറയുക. കാരണം എന്താ? അവന്റെ നാവിൽ ഇതാ ആ ദുരാത്മാവായിട്ട് ഞാൻ ഇരിക്കുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. ഇന്ന് വചനം കേൾക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. പാപം ചെയ്തു കഴിഞ്ഞാൽ എന്റെ സാമ്പത്തികമായ മേഖല, എന്റെ കുടുംബത്തെ ബാധിക്കാം. രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, പാപം ചെയ്യുമ്പോ പാപത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയിൽ വസിക്കുമെന്ന്. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നഷ്ടപ്പെട്ടു പോകും. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം നമുക്കൊന്ന് ശ്രവിക്കാം. നമ്മൾ തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വസിക്കുന്നുണ്ട്. എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ പാപം ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിട്ടുപോകുകയാണ്. നമുക്ക് വചനം ശ്രവിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിച്ചു കളയും. കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് എന്നും ദൈവാത്മാവ് വസിക്കുന്നുവെന്നും നിങ്ങൾ തിരിച്ചറിയുവേൻ. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ആരാ? ദൈവത്തിന്റെ ആലയമാണ്. ദൈവം വസിക്കുന്ന സക്രാരികളാണ്. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപം ചെയ്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കും. 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും. ഇതാ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പാപം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും. സൗലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അവൻ ലംഘിച്ചപ്പോൾ എന്താ സംഭവിച്ച്? വചനം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയ സ്ഥലത്ത് അശുദ്ധാത്മാവ് അവനിലേക്ക് നിറയുകയാണ്. ആ സമയത്താണ് ഇതാ ദാവീദ് വന്ന് കിന്നരം വായിക്കുകയും അശുദ്ധാത്മാവിനെ അവന് പുറത്താക്കുക ശ്രമിക്കുകയും പിന്നീട് ദാവീദ് അവിടെ രാജാവായി വാഴുകയും ചെയ്യുന്നത്. നമുക്കൊന്ന് കർത്താവിന്റെ വചനം ഒന്ന് ശ്രവിക്കാം. മക്കളെ, ഇതാ 1 സാമുവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം തിരുവചനം നമുക്കൊന്ന് ശ്രവിക്കാം. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി എന്ന് വചനം പറയുന്നു. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ദൈവത്തിന്റെ ഈ ആത്മാവ് നമ്മെ വിട്ടുപോയിരിക്കുന്ന അവസ്ഥയാണോ? ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ച് വചനം പറയുന്ന ഇങ്ങനെയാണ്. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട വ്യക്തി മൃതനാണ്.
നമ്മളൊക്കെ ജീവനുണ്ട് എന്ന് നമ്മെ കുറിച്ച് പറയുന്നു, എന്നാൽ മൃതന. പ്രിയപ്പെട്ട മക്കളെ, അനേകം വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ അച്ഛൻ കണ്ടുമുട്ടുന്നുണ്ട്. അനേകം വ്യക്തികൾ ജീവിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു, എന്നാൽ മൃതരാണ്. കാരണം എന്താ? ദൈവിക ജീവൻ ആ വ്യക്തി നഷ്ടപ്പെട്ടു പോയി. ആ വ്യക്തി മൃതനായിട്ടാണ് ജീവിക്കുന്നത്. മൃതനായി എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടാ ജീവിക്കുന്നത്. നമുക്ക് കർത്താവിന്റെ വചനം കാണാം. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം. ഉണരുക, നിന്നിൽ ആസന്ന മരണനായി അവശേഷിപ്പിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും തെസ്സലോനിക്കക്കാർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം നമുക്ക് ശ്രവിക്കാം. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനം പറയുകയാണ്, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവനുള്ളവനാണ് എന്ന് നിന്നെ കുറിച്ച് നീ പറയുന്നു, എന്നാൽ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ അവശേഷിപ്പിച്ചതിനെ ഉത്തേജിപ്പിക്കുക. സാംസന്റെ ജീവിതത്തെ കാണാൻ സാധിക്കും. സാംസനെ സംബന്ധിച്ചിടത്തോളം അവൻ നാസി വ്രതക്കാരനായിരുന്നു. അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ ജനിക്കുന്നേക്കാൾ മുമ്പ് കർത്താവിന്റെ സന്ദേശമുണ്ട്, വീഞ്ഞു കുടിക്കാൻ പാടില്ല, ക്ഷൗരക്കത്തി അവന്റെ ശിരസിൽ വെക്കാൻ പാടില്ല. അതായിരുന്നു അവന്റെ ശക്തിയുടെ രഹസ്യം. എന്നാ പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ട് എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളിൽ നിന്ന് വിട്ടുപോകുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഈ ദാവീദിന് ഈ സാംസന്റെ ജീവിതത്തിൽ ദലീലായുടെ മടിയിൽ അവൻ കിടക്കുന്നു, മദ്യപിക്കുന്നു. അവനിൽ നിന്ന് ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുക. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ വചനം കാണുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം ഒന്നെടുക്കുക. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനം. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെയായിരിക്കുന്ന ഓരോ മക്കൾക്കും വചനത്തിലൂടെ അവിടെ സന്ദേശം തരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിലേക്ക് തിരിച്ചു നടക്കാൻ സാധിക്കണം. ഓരോ മക്കളെയും ഈ വചനങ്ങളൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, അത് കുറ്റബോധത്തിലേക്കല്ല നയിക്കേണ്ടത്, മറിച്ച് പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കുമാണ് നയിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, നമുക്കൊന്ന് വചനം ശ്രമിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനം. വചനം ഒന്ന് വായിച്ചേ. കർത്താവെങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. കർത്താവ് ഇന്ന് സന്ദേശം തരികയാണ്, മക്കളെ, കർത്താവിന്റെ പക്കലേക്ക് തിരിയാൻ നിങ്ങൾ വൈകരുത്, നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നീട്ടിവെക്കുകയും അരുത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അച്ഛൻ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്ക് തരുന്ന സന്ദേശം ഒരു ഹോംവർക്ക് തന്നുവിടാൻ പോവുക. ഹോംവർക്ക് ചെയ്യോ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ഞായറാഴ്ചക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പള്ളിയിലെ സെമിത്തേരിയിൽ പോവുക. സെമിത്തേരിയിൽ ചെന്നതിന് ശേഷം, ഞാനും നാളെ ഇവിടെ കിടക്കേണ്ട വ്യക്തിയാണ്, എന്റെ സ്ഥലം ഏത് എന്ന് അടയാളപ്പെടുത്തുക. ഇതിനുശേഷം നിങ്ങൾ പറയുക, നാളെ നാളെ എന്ന് കർത്താവ് പറയുക, മോനെ, ഇന്ന് കർത്താവ് നിനക്കൊരു ദിവസം തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാ കർത്താവ് ഈ ദിവസം തന്നിരിക്കുന്നതെന്നറിയോ? ഇത് നിനക്ക് തിരിച്ചു വരാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന ദിവസം. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് നീ മാറ്റി വെക്കരുത്. അത്തിമരത്തിന് ഉപമയിൽ യേശു പറയുന്നുണ്ടല്ലോ, ഇതാ 1 വർഷം കൂടി ഈ അത്തിമരം അവിടെ നിന്നോട്ടെ. എന്തുകൊണ്ട് 1 വർഷം കൂടി ദൈവം അവിടെ തന്നിരിക്കുന്നേ? ഒരു ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്നേ നമുക്ക് തിരിച്ചു നടക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന നിമിഷങ്ങളാ, തിരിച്ചു നടക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ദിവസങ്ങളാ. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി പോലും മാറ്റിവെക്കരുത് എന്ന കർത്താവിന്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചു നടക്കാൻ തയ്യാറാവണം. പശ്ചാത്താപത്തിലേക്കാണ് നാം നയിക്കപ്പെടേണ്ടത്, മറിച്ച് കുറ്റബോധത്തിലേക്കല്ല. തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്, യൂദാസിന്റെ ജീവിതം, പത്രോസിന്റെ ജീവിതം. ഒരെണ്ണം കുറ്റബോധത്തിലേക്ക് നയിക്കപ്പെട്ടുവെങ്കിൽ മറ്റൊന്നാകട്ടെ പശ്ചാത്താപത്തിലേക്കാണ് അവർ നയിക്കപ്പെട്ടത്. യൂദാസാണോ വലിയ പാപം ചെയ്തേ? പത്രോസാണോ വലിയ പാപം ചെയ്തേ? ഞാൻ പറയും, പത്രോസാ വലിയ പാപം ചെയ്തേ. എന്നാൽ ഈ പാപം ചെയ്ത പത്രോസിനെ ദൈവം സഭയുടെ അധികാരിയാക്കി മാറ്റിയെങ്കിൽ, സഭയുടെ അധിപനാക്കി മാറ്റിയെങ്കിൽ, തിരിച്ചു നടക്കാൻ ഏത് വ്യക്തി തയ്യാറാവുന്നുണ്ടോ അവരിലേക്കെല്ലാം കർത്താവിന്റെ രക്ഷയുടെ കരുണയുടെ കരം അവിടെ നീട്ടിത്തരും. പ്രിയപ്പെട്ട മക്കളെ, നീ എത്ര വലിയ പാപിയാണെങ്കിലും തിരിച്ചറിഞ്ഞോ,
കർത്താവിന്റെ സന്നിധിയിൽ നിനക്കിടമുണ്ട്. നീ പൂർവാധിക ശക്തിയോടുകൂടെ നിന്നെ സ്വീകരിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട്. ധൂർത്തപുത്രൻ അവൻ പിതാവിന്റെ സന്നിധിയിൽ ഇറങ്ങി തിരിച്ചു. എന്നാൽ അവൻ തിരിച്ചു നടക്കാൻ തയ്യാറായപ്പോൾ വലിയ ശക്തിയോടുകൂടെ ആ പിതാവ് അവനെ ചേർത്ത് പിടിച്ചു. ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നാണയം അത് കണ്ടുകിട്ടിയപ്പോൾ വലിയ സന്തോഷത്തോടുകൂടെ അവൻ അതിനെ സ്വീകരിച്ചു. നഷ്ടപ്പെട്ടു പോയ ആട് അത് കണ്ടുകിട്ടിയപ്പോൾ വലിയ സന്തോഷത്തോടുകൂടെ അതിനെ സ്വീകരിച്ചു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു നടക്കാൻ തയ്യാറായി കഴിഞ്ഞാലുണ്ടല്ലോ, കർത്താവ് വലിയ സ്നേഹത്തോടുകൂടെ ഇന്ന് നിന്നെ മാറോടണയ്ക്കാം. യൂദാസിന്റെ ജീവിതത്തിൽ യൂദാസ് ചിന്തിച്ചു, ഞാൻ കർത്താവിനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നേയുള്ളൂ, അതാണ് ഇത്ര വലിയ പാപം. ഞാൻ കർത്താവിനെ കാണിച്ചു കൊടുത്താൽ എനിക്ക് കുറച്ച് പൈസ കിട്ടും, മാത്രമല്ല കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോളും എന്നാണ് യൂദാസ് ചിന്തിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നീട് അത് യൂദാസിനെ കുറ്റബോധത്തിലേക്ക് നയിച്ചു. തന്റെ കയ്യിലിരുന്ന നാണയം ദേവാലയത്തിൽ അവൻ കൊണ്ടുപോയി എറിഞ്ഞു. പിന്നീട് ഒരു കഷ്ണം കയറിൽ അവന്റെ ജീവിതം അവസാനിപ്പിച്ചു. എന്നാൽ പത്രോസിന്റെ ജീവിതം അങ്ങനെയല്ല. ആ പത്രോസിന്റെ ജീവിതം കർത്താവിനോട് പറഞ്ഞു, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, അത്രയും വാഗ്വാദത്തോടുകൂടെ നിന്ന പത്രോസ് ഒരു ദുർബല നിമിഷത്തിൽ അവൻ തകർന്നു വീഴുകയാ. പിന്നീട് പത്രോസ് തിരിച്ചറിഞ്ഞു, ഞാൻ പാപം ചെയ്തു, എന്റെ ഗുരുവിനെ ഞാൻ തള്ളി പറയുന്നത് ഹൃദയം പൊട്ടി കർത്താവിന് മുമ്പിൽ അവൻ വിലപിച്ചു. അവനെ ഉണ്ടല്ലോ കർത്താവ് അവിടുന്ന് ഉയർത്തിയ സഭയുടെ അധികാരിയായി അവിടുന്ന് ഉയർത്തി. ഇന്ന് കർത്താവിന്റെ തിരുവചനം നമുക്ക് തരിക. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വചനം ശ്രവിക്കാം. ഇതാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം തിരുവചനം. യെശയ്യാ 1:18 നമുക്കൊന്ന് ശ്രവിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഇന്ന് കർത്താവ് നമ്മെ ഉത്ബോധിപ്പിക്കുക. മക്കളെ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കാത്തത്? എന്തുകൊണ്ട് വിവാഹം നടക്കാത്തത്? എന്തുകൊണ്ട് കടബാധ്യത നീങ്ങിപ്പോകാത്തത്? എന്തുകൊണ്ട് രോഗങ്ങൾ വിട്ടുപോകാത്തത്? എന്തുകൊണ്ട് എന്റെ മക്കൾ ജീവിതങ്ങൾ ഗതി പിടിക്കാത്തത്? കർത്താവ് പറയുന്നുണ്ട്, ഈ പാപത്തിന്റെ ബന്ധനക്കെട്ടിലായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് അനുഗ്രഹം ഉണ്ടാവില്ല. എന്നാൽ കർത്താവ് നിന്നെ വിളിക്കുക. ഇതാ കർത്താവിന്റെ പക്കലേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും എത്ര വലുതാണ്. വീണ്ടും സഭാ പ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം നമുക്കൊന്ന് ശ്രവിക്കാം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് എനിക്ക് ജീവിക്കാൻ അവസരം തന്നിരിക്കുക. ഇന്ന് എനിക്കൊരു ദിവസം തന്നിട്ടുണ്ട്. നാളേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. നാളെ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി വെക്കരുത്. ഇത് കർത്താവിലേക്ക് തിരിയാനുള്ള ദിവസം. ഒരുപക്ഷെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോവുക. ഒരുപാട് പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ തഴക്ക ദോഷങ്ങൾ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ, പാപത്തിന്റെ ബന്ധന കെട്ടുകളിൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥ. എന്നാ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിന്റെ കുറ്റബോധത്തിലേക്കല്ല നയിക്കേണ്ടത്, മറിച്ച് പശ്ചാത്താപത്തിലേക്ക് നയിക്കേണ്ട ദിനമ ഇന്ന് ഈ വിശുദ്ധ ബലി. ദൈവത്തിന്റെ സന്നിധിയിൽ കുംഭസാരം എന്ന കൂദാശയിൽ നീ പാപം ഏറ്റു പറഞ്ഞു. ഈ ലോകത്തിന്റെ കോടതി നിന്നെ ശിക്ഷിച്ചേക്കാം, എന്നാൽ ദൈവത്തിന്റെ കോടതിയിൽ നിനക്ക് മാപ്പുണ്ട്, നിനക്കൊരു പുതിയ ജീവിതമുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട മക്കളെ, എന്റെ ജീവിതത്തിലെ തടക്ക ദോഷങ്ങൾ, ചില പാപങ്ങൾ നിസ്സാരമായി ഞാൻ ഗണിക്കുന്ന എന്റെ പാപത്തിന്റെ കെട്ടുകൾ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. മക്കളെ, നമുക്ക് പത്രോസിനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പശ്ചാത്തപിക്കുന്ന പാപിയോട് വലിയ സ്നേഹമുള്ള കർത്താവ് ഇന്ന് നിന്നെ
കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പൗലോസ്ലീഹ പോലും പറഞ്ഞു, കർത്താവേ ഞാൻ പാപികളിൽ ഒന്നാമനാ. പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയ, നമുക്കൊരു പാപിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. രണ്ട് കരകൾ നമുക്ക് തുറന്നു പിടിക്കാം മക്കളെ. എല്ലാ മക്കളും കരകൾ തുറന്നു പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ മക്കളെ. ശക്തമായി സ്തുതിച്ചോ. പാപത്തിന്റെ ബന്ധനക്കെട്ടുകൾ തകരാം. പാപത്തിന്റെ ദുരാത്മാക്കൾ ഇതിനെ വിട്ടുപോകാം. നഷ്ടപ്പെട്ടുപോയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിലേക്ക് തിരിച്ചു കിട്ടുന്ന സമയമാണ്. ശക്തമായി സ്തുതിച്ച് അവിടുത്തെ തിരുനാമത്തിന്റെ ശക്തിയെ പ്രാർത്ഥിക്കുന്നു, തിരുരക്തത്തിന്റെ യോഗ്യതയെ പ്രാർത്ഥിക്കുന്നു, തിരുക്കുരിശിന്റെ വിജയത്തിലാ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേല്, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ സ്ത്രീഹന്മാരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ, രക്തസാക്ഷികളെ, ഈ മക്കൾ ഈ സമയം വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരകൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചോ. പാപത്തിന്റെ ബന്ധനക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഈ സമയം ഈ മക്കളിൽ വിട്ടുപോകട്ടെ. ശക്തമായി പ്രാർത്ഥിച്ചോ. ഈ മക്കളെ പാപത്തിലേക്ക് നയിക്കുന്ന തിന്മയുടെ ശക്തികൾ, പൈശാചിക വിടകൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. കഠിന ഹൃദയങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തണം. യേശുവേ, യേശുവേ 7 പ്രാവശ്യം വിളിച്ച്. എത്ര പാപം ചെയ്തിട്ട് പാപബോധമില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ഈ സമയം നിറയട്ടെ. പഴക്കദോഷങ്ങൾ, മദ്യപാനം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, വ്യഭിചാര ദുർഭൂതങ്ങൾ, സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായിരിക്കുന്ന അവസ്ഥ, ഈ മേഖലയുടെ ഈ മക്കളെ ജീവിതങ്ങളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളെ, ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ, തിരുവചനത്തിന്റെ ശക്തിയാ, ഭൂദാസയുടെ ശക്തിയാ ഈ മക്കളെ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന് ആ തിന്മയുടെ അരൂപികൾ വിട്ടുപോകട്ടെ. ഇരു കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തുക. യേശുവേ, യേശുവേ എന്ന് വിളിച്ചോ. വലിയ വിടുതൽ, വലിയ വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വിളിച്ചുണരട്ടെ യേശുവേ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിടുതൽ, വചനത്തിന്റെ